വൈക്കത്ത് അഷ്ടമിയാണ്ട് ഞാനും കൂട്ടുകാരനും കുഞ്ഞുണ്ണിയായിട്ട് പോയി. കാറിനാണ് പോയത്. ആദ്യം ഓർത്ത് തണ്ണൂക്കം വഴി പോകാമെന്ന് ഓർത്തു. കാറിന് പോയിട്ട് പോകാമെന്ന് ഓർത്തു. പിന്നെ ഓർത്ത് റഷായിരിക്കും, അതുകൊണ്ട് ചെറുത്ത തണുക്കടവിൽ നിന്ന് ആണ് പോയത്. അവിടെ ചെന്ന് വണ്ടി വണ്ടി പാർക്ക് ചെയ്തു. ബോട്ടേ കയറിപ്പോയി. ബോട്ടെ നോക്കിയാൽ ഭയങ്കര ക്യൂ, രക്ഷയില്ല. അപ്പോൾ ജങ്കാർ വരുന്നത് കണ്ടത്. അപ്പോൾ ജങ്കാറെ കയറാമെന്ന് ഓർത്തു. വണ്ടിയിൽ മാറ്റിയിട്ടല്ലോ, അതിനും ജങ്കാർ കയറി യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെ ടിക്കറ്റ് എടുത്തു, ജങ്കാറെ കയറി. ജങ്കാറും ബോട്ടിന് സ്പീഡൊന്നും ഇല്ല, പക്ഷേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ കുഞ്ഞുണ്ണിയാണെങ്കിൽ പേടി തുടങ്ങി. പുള്ളിക്ക് ജങ്കാരത്തിന് പേടിയാണ് വെള്ളമൊക്കെ. വീട്ടിൽ പോകണം പറഞ്ഞു. ഞാൻ ഇപ്പോൾ അമ്പലത്തിൽ ചെല്ലുമെന്ന് പറഞ്ഞ് ശരിയാക്കി അമ്പലത്തിൽ എത്തി. ഭയങ്കര തിരക്കാണ്, നടക്കാൻ പോലും വരായിരുന്നു. ഞങ്ങൾ നടന്ന് അമ്പലത്തിൽ പറ്റിയെത്തി. പടിഞ്ഞാറേ കൂടി കയറാൻ നോക്കിയപ്പോൾ പോലീസിൽ കയറ്റുന്നില്ല, തിരക്ക് കാരണം. അപ്പോൾ ഞാനാണെങ്കിൽ ചെരുപ്പ് സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്തായിരുന്നു അവിടെ തന്നെ. വടക്കുശി കയറാൻ പറഞ്ഞു. അപ്പോൾ ഞാനും കുഞ്ഞിനും നടന്ന് വടക്കുശി ഞങ്ങൾ കൂട്ടാനുമുണ്ട്. ചെന്നപ്പോൾ അവിടെ ആനയുടെ നെറ്റിപ്പട്ടം കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഒരു ആനയുടെ മേത്തൊക്കെ. ഓരോ ആനകളെ ഒരുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറകെ ഞങ്ങൾ പോയി. പെട്ടെന്ന് എല്ലാ ആനകളും ഒരുമിച്ച് ഒരു തലപ്പൊക്കെ മനസ്സിലായി ആരാണ് കേമെന്ന് പറയാൻ വേണ്ടി. ഒരാന പെട്ടെന്ന് കാറി. അപ്പോൾ എല്ലാവരും പേടിച്ചു പോയി. ഞാനും പേടിച്ചു ശരിക്കും. ചിലപ്പോൾ ആന പറയാൻ പറ്റില്ലേ, ഓടി എന്ത് ചെയ്യും. ഷൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നടന്ന് വാതിൽക്ക് വന്നു. അപ്പോൾ തിടമ്പ് ഏറ്റാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ തിടമ്പ് പുറത്തേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴും ഭയങ്കര ആൾക്കൂട്ടം. പെട്ടെന്നൊരു മെയിൻ ആന വാതിൽക്ക് നിൽക്കുകയാണ്, തിടമ്പ് പുറത്തേക്ക് വരാൻ വേണ്ടി. അപ്പോൾ ഞങ്ങളെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വേറെ ആനകൾ പറ്റക്കൂടി വന്നു, പേടിച്ചു പോയി. പിന്നെ അവിടെ നിന്നൊക്കെ മാറി തിടമ്പ് കയറ്റി ആന നിരന്നു സീബിൽ തുടങ്ങി. അത് ഞങ്ങൾ ഒരു പുറത്തേക്ക് ഇറങ്ങി. പിന്നെ അവിടെ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എക്സ്പോ ഒക്കെ ഉണ്ട്. എക്സ്പോ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയി. ബോട്ടിയുടെ പറ്റത്തിന് എക്സ്പോ ഉണ്ടായിരുന്നത്. ഞാനും കൂട്ടുകാരനും കുഞ്ഞിനിട്ട് അങ്ങോട്ട് ചെന്നു. അപ്പോൾ കിരീടിസ് അടുത്ത് തന്നെയാണ് എക്സ്പോ ഉള്ളത്. അവിടെ ചെന്നപ്പോൾ ഒരു 2 നില ബസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഐസ്ക്രീം കഴിക്കാൻ 2 നില ബസ് ഇരുന്ന് ഐസ്ക്രീം കഴിക്കാം. പിന്നെ എക്സ്പോ എക്സ്പോയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ കിങ് കോങ്ങിനെ കാണിച്ചിട്ടുണ്ട്. കുഞ്ഞിൻ്റെക്കാണെങ്കിൽ ബഹളം തുടങ്ങി, അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട്. അവിടെ ക്യൂ ആയിരുന്നല്ല. പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി. അപ്പോൾ റോബോട്ടിക് ആനിമൽസിനെ കാണിച്ചിരിക്കണം അതിൻ്റെ അകത്തെല്ലാം. അപ്പോൾ റോബോട്ടിക് ആനിമൽസിനെ എല്ലാം കണ്ടു. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമുക്ക് ഒരു 360 ഡിഗ്രി ഫിലിം ഇതുണ്ടായിരുന്നു. ഒരു കൂടാരമായിട്ട് കയറുമ്പോൾ ഫുൾ തിയേറ്റർ, നമുക്ക് താഴെ ഒരു തിയേറ്റർ വരെ തോന്നും നമുക്ക്. അതാണ് അവിടെ കയറി. അപ്പോൾ ആദ്യം കുഴപ്പമില്ല. അന്ന് തുടങ്ങിയപ്പോൾ കുഞ്ഞുണ്ണി ഒറ്റ കാർ തുടങ്ങി. കാരണം താഴെയൊക്കെ സ്ക്രീനാണേ. അവൻ സമ്മതിക്കുക. അവന് എല്ലാം കൂടി അവൻ തുടങ്ങി. പിന്നെ കൂട്ടുകാരനായി മൊബൈൽ കൊടുത്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അവൻ പറഞ്ഞു മനുഷ്യ പേടിപ്പിക്കാൻ വേണ്ടി കയറ്റിരിക്കാൻ വേണ്ടി വഴക്കായിരുന്നു കുഞ്ഞുണ്ണി. പിന്നെ പിള്ളേർക്ക് ഇഷ്ടംമാതിരി ഇതൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ സൈക്ലിങ്ങും മറ്റേ ബലൂണിൻ്റെ മേളിൽ കയറുന്നു, അതൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. മറ്റേ ആകാശം മറ്റേ ചക്രമൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അവിടെ കുഞ്ഞുണ്ണി കയറി. കുഞ്ഞുണ്ണിക്കെല്ലാം പേടിയായിരുന്നു. അതിന് രാത്രി തിരിച്ചു പോന്നു.